രാവിലെ സ്കൂളിലേക്ക് പോകുമ്പം കണ്ട ഈ ഒരു മൂടൽ മഞ്ഞ് കണ്ട് നല്ല മൂടായിട്ടിരുന്നു. ഉച്ചക്കത്തേക്ക് എന്തുണ്ടാക്കുന്നിരുന്നു ഫുൾ ആലോചിച്ച് സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കർ വെച്ചു, ഓയിലൊഴിച്ചു, അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം സവാള, പച്ചമുളക്, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ ജീരകം, ഉപ്പ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം വറ്റൽമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്ക് മട്ടൺ ഒന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഇതേ സമയം തന്നെ ബസ്മതി റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ വെള്ളത്തിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ക്യാപ്സിക്കം, ഇതെല്ലാം, ക്യാരറ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഒരു 3/4 വേവാകുമ്പോഴത്തേക്ക് നമ്മൾ ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ വെന്ത് അടിപൊളിയായിട്ടിരിക്കുന്ന മട്ടൺ നമുക്ക് സാധാ ദം ബിരിയാണി ഇടുന്ന പോലെ തന്നെ നമുക്കൊന്ന് ദം ഇടുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ലപോലെ ദമ്മായതിനു ശേഷം കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുത്ത് മല്ലിയിലയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഫോയിൽ പേപ്പറിലൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടാവും നോക്കാം.